ഇന്ന് 28/4/2025 ഒരു വീഡിയോ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നോട് വെറുപ്പൊന്നും തോന്നണ്ട. ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എടുത്ത് വിടുകയാണ്. ഇവിടെ കാണിക്കുക, ഇവിടെ ആറ് തെങ്ങുണ്ട്. 2, 4, 6 തെങ്ങ്. ഇത് കുറേ ദിവസമായിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ട് വിടാതെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതൊന്ന് പറിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. തെങ്ങ് നോക്കിയിട്ടാ അപ്പുറത്തുള്ള തെങ്ങാണ്. ആ തെങ്ങ് ഇങ്ങോട്ടേക്ക് പോയി വന്നിട്ട് തോണ്ടക്കാണി ഈ തെങ്ങ് കാറിൻ്റെ നേരെ നിൽക്കുകയാണ്. ഇപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ്. കണ്ടില്ല നിങ്ങൾ? അപ്പോൾ ഞാൻ സംശയം കൂടി ഇവിടെ വന്നതാണ്. കുറച്ച് ഇത് ഭയങ്കര ഡേഞ്ചർ പിടിച്ച തെങ്ങാണ്. നല്ല ശ്രദ്ധിക്കണം, കാരണം ഇത്രയും വില കൂടിയ കാറത്. കണ്ടില്ലേ? ഈ കാരണം ഇതിപ്പോൾ എങ്ങനെ ഇതൊക്കെ പറിച്ചു ഒഴിവാക്കാം? അപ്പുറത്ത് പോയിക്കണ തെങ്ങാണ്. അതിനോട് നിറച്ചു ആണിയാണ്. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കൊത്തി പിടിച്ച് കയറണം. അപ്പോൾ ആ കയറുന്ന സമയത്ത് ഇവിടെ ആണി ഉണ്ടെങ്കിൽ നിറച്ചു കംപ്ലീറ്റ് ആണി വെച്ചിട്ട് സിമെൻറ്റിൻ്റെ ഇതുണ്ടല്ലേ, അങ്ങനെ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങോട്ട് കിടക്കാതിരിക്കും. അവിടെ തന്നെ തെങ്ങ്. ഞാൻ അതിൻ്റെ മുകളിലൊക്കെ ചവിട്ടിയിട്ട് വേണം. ചില സമയത്ത് കാലുമൊക്കെ കയറും. പിന്നെ എന്താ വെച്ചാൽ ഇത് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 18 കൊല്ലത്തോളം ആയിക്കണം ഞാനിത് കരാറെടുത്തിട്ട്. ഞാൻ കൂടുതൽ പറഞ്ഞില്ല. തെങ്ങ നല്ല ഹൈറ്റുള്ള തെങ്ങാട്ടില്ല ഞങ്ങൾ. ഇത്തിരി ഡേഞ്ചർ പിടിച്ച തെങ്ങ് അതൊക്കെ. 18 കൊല്ലത്തോളമായി. അന്ന് ഞാൻ പൈസ ഒക്കെ കെട്ടിയിട്ട് തന്നെ ഇത് കരാറെടുത്തിട്ടുണ്ടായി. പിന്നെ എനിക്കിത് മുതലാവണില്ല. കാരണം തെങ്ങേറ്റക്കാർ വരണം ചെയ്യും. അപകടം പിടിച്ച തെങ്ങിൻ്റെ മുകളിലൊക്കെ പണിയെടുക്കുമ്പോൾ എല്ലാ തെങ്ങേറ്റക്കാരൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒരുപാട് 2-4 തെങ്ങേറ്റക്കാരൊക്കെ ഉണ്ട്. ഞാൻ 10 35 കൊല്ലത്തോളമായി. അവിടെ ഇവിടെയൊക്കെ തെങ്ങ് 5 തെങ്ങും 10 തെങ്ങും 4 തെങ്ങ് 20 തെങ്ങും 30 തെങ്ങൊക്കെ അവിടെ ഇവിടെയൊക്കെ പൈസ കൊണ്ടേ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തെങ്ങേറ്റക്കാർ വരുന്നവരൊക്കെ പറഞ്ഞു ഇത് പറ്റൂല. കാരണം ഇവിടെ വന്നിട്ട് രാവിലെ വന്നാൽ ഇവിടെ കാണികണ്ടര കാറ് നിർത്തുക, ഇതൊന്നും മാറ്റി തരൂല. ഇവരൊക്കെ കിടന്ന് ഉറങ്ങിയേക്കാർ. രാവിലെ പണിയെടുക്കണം, തോന്നിയ പോലെ വന്നാൽ തെങ്ങുമ്മ കയറാൻ പറ്റില്ല. ഓക്കെ, അതൊരു വിഷയം വേറെ. അങ്ങനെ ഞാനിത് പണ്ട് പൈസ ഒക്കെ കെട്ടിയിട്ട് ഞാൻ പറിച്ചിരുന്നായിരുന്നു. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പൈസ ഒന്നും തരാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ തെങ്ങേറ്റക്കാർക്ക് കൂലിയും നിങ്ങൾ തെങ്ങിൻ്റെ മുകളിൽ തേങ്ങയും മാങ്ങയൊക്കെയാണ്. അത് കൊണ്ടിട്ടൊന്നും കടയിൽ കൊണ്ടിട്ട് ശരിക്കും നമുക്കൊരു 10 രൂപ കിട്ടൂല. പല തരത്തിനും കൊടുക്കണ്ടേ. മാർക്കറ്റിൽ തേങ്ങ ആകുമ്പോൾ കിട്ടിയ അതിന് കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ആർക്കച്ച കൊടുത്താൽ അവസാനം എന്നോട് പറഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചു. ഞാൻ പറഞ്ഞു അത് ഞാൻ പറിച്ചു തരാം, ഞാനവിടെ കൊണ്ടുപോവുകയും ചെയ്യും. പൈസ ഏതായാലും കിട്ടൂല. എനിക്ക് ആയിക്കൂടെ എൻ്റെ അധ്വാനിച്ച കൂലി വേറെ 2000 ഉണ്ടാവും. 2000-3000 നിങ്ങൾ വേറെയും തരേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ വിളിച്ച് ചെയ്യിച്ചോളിയായിരുന്നു. കാരണം ഇങ്ങനെ അപകടം പിടിച്ച പണി. അവർ പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് 2000-3000 തരാം, ഞാൻ തെങ്ങുമ്പത്തെ ഇളനീനും കൊണ്ടുപോയിക്കുക. അങ്ങനെ ഇപ്പം ഇന്ന് പറിക്കാൻ വന്നതാണ്. കിട്ടും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3000, 2000, 3000, 4000 ആയിട്ട് എനിക്കും മാറ്റിയേക്കാൻ പറ്റും. പക്ഷെ അത്രയും മണിക്കൂറോളം പണിയെടുക്കണം, എല്ലാം ശ്രദ്ധിക്കണമായി. അപ്പോൾ ഇന്ന് എന്താണ് സംഭവം? ഈ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ബിൽഡിങ്ങിലത്തെ തെങ്ങ് ഇവിടുത്തെ തെങ്ങാണ് അങ്ങോട്ടേക്ക് പോയിക്കണേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ വീഡിയോ എടുത്ത് വിടുന്നതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്നും എന്നോട് വെറുപ്പ് തോന്നില്ല. നിങ്ങൾ വിചാരിക്കും ഇവിടെ തെങ്ങ് ഇവിടെ നാട്ടിൽ ആരും കയറാത്ത പോലെ ഉണ്ടല്ലോ എൻ്റെ ഈ വിടാതെ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ വിടണേ. ഇത് എന്താ ചെയ്യുന്നത്? ഇവിടെ വേറെ ആരും തെങ്ങേറ്റക്കാരെന്ന് ഇജ്ജ് മാത്രമുള്ള ഈ തെങ്ങ് കയറണം. ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കും. പക്ഷേ ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. വന്നിട്ട് നിങ്ങളൊക്കെ ഒന്ന് കുറച്ച് നേരം തെങ്ങിൻ്റെ മുകളിൽ കുറഞ്ഞ പണിയെടുത്ത് നോക്കി. അപ്പോൾ അതിൻ്റെയൊക്കെ പണി എന്താണെന്നുള്ള അറിയുമ്പോൾ നിങ്ങൾക്കും തോന്നും പടച്ചോനെ ഇങ്ങനെ വെച്ചാൽ ഞാനും ഒന്ന് വീഡിയോ എടുത്ത് വിടട്ടെന്നൊക്കെ തോന്നും. അതങ്ങനെയാണ്. ഓരോ പണി ചെയ്യുമ്പോൾ മനുഷ്യനെ ഗേറ്റ് പൂട്ടട്ടെ. ഇൻഷാല്ലാ ഞാൻ കൂടുതൽ പറഞ്ഞില്ല, പണി തുടങ്ങട്ടെ. എന്തായാലും ഒരു 10 രൂപ ഇന്ന് കിട്ടും. സ്വന്തം കയറുന്നതുകൊണ്ടും ഈ വണ്ടി ഓടിക്കണോണ്ടൊക്കെ തന്നെയാണ്. എല്ലാ പണിയും ഞാൻ എടുക്കുന്നതുകൊണ്ടാണ്. കയ്യിലും കാലിനും ഒരു കുഴപ്പമില്ല ഞാൻ മതി. കയ്യിലും കാലിനും സംഭവിച്ചാൽ അതോർക്കനൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കൊരു 10 രൂപ 500, 1000, 2000 ആയിട്ട് ചില സമയത്ത് 2000, 3000 മാറ്റിയൊക്കെ കിട്ടും. ഉള്ള പൈസ കിട്ടേണ്ടിച്ചിട്ട് നിങ്ങളാരും സങ്കടപ്പെടുന്നു വേണ്ട. അധ്വാനിച്ചിട്ട് കിട്ടണം. അല്ലാതെ ഒരാളെ മോര് കക്കാൻ പോയിട്ടോ അതൊന്നും ഇപ്പോൾ കക്കാൻ പോകാൻ ഇവിടെ ബോംബെയിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. ഇവിടെ ബോംബെയിൽ പൈസ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കാം പല തരത്തിൽ. പക്ഷെ ആ പണം നമുക്ക് പാടില്ല. നമ്മളെല്ലാം അധ്വാനിച്ച് ചോര നീരായിട്ട് അധ്വാനിക്കണം. ഓരോരുത്തരും അധ്വാനത്തിൻ്റെ ആ പൈസ കൊണ്ട് അള്ളാഹ് നമുക്ക് റഹ്മത്ത് തരും. അല്ലാതെ മറ്റുള്ളവൻ്റെ കുറേ പണം കട്ടിട്ട് മറ്റുള്ളവന് നേരാവണ് കണ്ടിട്ടൊന്നും നമ്മൾ സങ്കടപ്പെടരുത്. നേരാവണ തന്നെ നേരാക്കട്ടെ, പടച്ചോൻ ഉയർത്തട്ടെ. അപ്പോഴാണ് നമുക്കൊരു 10 രൂപ വന്നിട്ട് പോയി ചോദിച്ചാൽ അപ്പോൾ തരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓനക്ക് വേണ്ടി പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് ഓനക്ക് കിട്ടുമ്പോൾ പിന്നെ ഒരിടത്ത് ഓടിച്ചല്ല 5000 കാട്ടിക്കാട് ഒരു 10,000 കാട്ടിക്കാടെന്ന് വെച്ചാൽ അങ്ങനത്തെവർക്കൊക്കെ പ്രത്യേകിച്ച് എന്തോ അല്ല. ഒരാൾ നേരാവണ് കണ്ടിട്ട് നമ്മളെ മനസ്സുരുകരുത്. അപ്പോൾ നമ്മൾ തന്നെ നശിക്കുക. കൂടുതൽ പറഞ്ഞ് ജസാദ് ഞങ്ങളെ പണി തുടങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ്. ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ഉണ്ടെങ്കിൽ തന്നാൽ മതി. അങ്ങനെ നിർബന്ധമില്ല. യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ഒരു മണ്ണാങ്കട്ടം കിട്ടൂല. ഇൻഷാ അല്ലാഹ്.